ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് രാജ്യസഭാ സീറ്റ് നൽകിയതിനെ വിമർശിച്ച് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ഇതേ നയങ്ങളുമായി CPM-ഉം LDF-ഉം മുന്നോട്ട് പോയാൽ കാര്യങ്ങൾ കൈവിടും. കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ പിന്നാക്ക വിഭാഗങ്ങളുടെ വോട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റായി ഉണ്ടാകും. രണ്ട് മുന്നണിയിലും ഭൂരിപക്ഷ സമുദായം പടിക്ക് പുറത്താണ്. ഇത് തുറന്നു പറഞ്ഞതിന്റെ പേരിൽ മുസ്ലിം സംഘടനകൾ തനിക്ക് വർഗീയ പട്ടം ചാർത്തുകയാണെന്നും കേരള കൗമുദി ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു. സൈഫ് സൈനുലാബ്ദീൻ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. സൈഫ്, എന്തൊക്കെയാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്? ഇത്ര കടുത്ത ഭാഷയിൽ വർഗീയത പറയുന്നതുകൊണ്ട് അദ്ദേഹം ലക്ഷ്യമാക്കുന്ന രാഷ്ട്രീയം എന്തായിരിക്കും? കൂടുതൽ പരിഗണന ഇടതുമുന്നണിയിൽ നിന്ന് കിട്ടണം എന്നുള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം കടുത്ത വർഗീയ പരാമർശങ്ങളിലേക്ക് നീങ്ങുന്നത്. പച്ചയായ വർഗീയതയാണ്, അത് വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. പച്ചയായ വർഗീയത സാധാരണ ഒരു സാമുദായിക സംഘടനാ നേതാവ് പറയാൻ പാടില്ലാത്ത തരത്തിലുള്ള വാചകങ്ങൾ പോലും അദ്ദേഹം അതിൽ ഉപയോഗിക്കുന്നുണ്ട്. നിഷാദ്, ന്യൂനപക്ഷ പ്രീണനം കൊണ്ടാണ് ഇടതുമുന്നണിക്ക് തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവി ഉണ്ടായത് എന്ന വിമർശനത്തിന് പിന്നാലെ വെള്ളാപ്പള്ളിയെ ചൊടിപ്പിച്ചത് 3 രാജ്യസഭാ സീറ്റുകൾ ഒഴിവന്നപ്പോൾ അത് ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് നൽകിയതാണ്. അതിനെയാണ് അദ്ദേഹം വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. CPIയുടെ സീറ്റ് മുസ്ലിമിനും CPM-ന്റെ സീറ്റ് കേരള കോൺഗ്രസ് എമ്മിനും വിട്ടുകൊടുത്ത് അത് ക്രൈസ്തവനും നൽകി. പതിവ് പോലെ UDF ആണെങ്കിൽ മുസ്ലിം ലീഗിന് ആ സീറ്റ് നൽകി എന്നുള്ളതാണ് വെള്ളാപ്പള്ളി പറയുന്നത്. BJP-യിലേക്ക് ഇവരുടെ പിന്നാക്ക വോട്ടുകൾ പോയി എന്ന് LDF വിലപിക്കുന്നതിനിടയിലാണ് ഭൂരിപക്ഷ സമുദായത്തെ പൂർണ്ണമായി അവഗണിച്ചത് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഇങ്ങനെ ഇത് പറഞ്ഞതിൻ്റെ പേരിൽ തന്നെ വർഗീയ പട്ടം ചാർത്തിക്കൊണ്ടാണ് മുസ്ലിം സംഘടനകൾ രംഗത്ത് വരുന്നതെന്ന വിലാപം കൂടി ആ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സാധാരണഗതിയിൽ ക്രൈസ്തവ മുസ്ലിം പ്രീണനം നടത്തുന്നത് കോൺഗ്രസ് ആണ്. അത് അവരുടെ മന്ത്രിസഭ വരുമ്പോൾ പ്രധാനപ്പെട്ട വകുപ്പുകൾ അത് കേരള കോൺഗ്രസ് എമ്മും ലീഗും ചേർന്ന് ഏറ്റെടുക്കുക, അത് പിടിച്ചു വാങ്ങുകയാണ് ചെയ്യുന്നത്. വിദ്യാഭ്യാസ വകുപ്പ്, വ്യവസായ വകുപ്പ്, ധനവകുപ്പ് അടക്കം ഇവർ പിടിച്ചു വാങ്ങി അവർക്ക് താക്കോൽ സ്ഥാനത്തേക്ക് അവർ വരും. അത് ന്യൂനപക്ഷ പ്രീണനം അവരാണ് നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇടതുമുന്നണിയിൽ നിന്ന് അത് നേരിടുന്നുണ്ട്. ഇടതുമുന്നണി അധികാരത്തിൽ വരുന്ന സമയത്താണ് സാധാരണ പട്ടികജാതി വിഭാഗങ്ങൾക്കടക്കം പരിഗണന ലഭിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ കുറേ കാലമായി ആ പരിഗണന തങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഇടതുമുന്നണി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. തിരിച്ചു വരാനുള്ള ഏക ഒറ്റമൂലി എന്ന് പറയുന്നത് പട്ടികജാതി പിന്നോക്ക വിഭാഗങ്ങളെ ചേർത്ത് നിർത്തുക, അവരെ വിശ്വാസത്തിലെടുക്കുക എന്നുള്ളത് മാത്രമാണ്. അല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്ന വിമർശനം കൂടി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. നിഷാദ്, അങ്ങനെ പച്ചയായ വർഗീയത, അത് ന്യൂനപക്ഷ പ്രീണനം രണ്ട് മുന്നണികളും നടത്തുന്നു, അവിടെ ഭൂരിപക്ഷ സമുദായം പടിക്ക് പുറത്താണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ലേഖനം അവസാനിപ്പിക്കുന്നത്. ഇത് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ കൈവിടും എന്ന മുന്നറിയിപ്പ് ഇടതുമുന്നണിക്ക് അദ്ദേഹം നൽകുന്നുണ്ട്. നിഷാദ്, അല്ല സൈഫ്, നോക്കൂ, ഇവിടെ കഴിഞ്ഞ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുമ്പോൾ CPM-ന് പൊതുവേ ഉണ്ടായിരുന്ന ഇപ്പോൾ ഈ ഫിക്സഡ് ഡിപ്പോസിറ്റ് പോലുള്ള വാക്കുകളുണ്ടല്ലോ, അതുപോലെ ഒരുപക്ഷെ CPM-ന് വലിയ വിശ്വാസം ഉണ്ടായിരുന്ന ഒരു 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 സമുദായ സമവാക്യത്തിനകത്ത് ചില ഇളക്കമുണ്ടാവുന്നത് കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇതൊരു ശരിയായ സമയമാണ് CPM-ൽ നിന്ന് വോട്ട് കുത്തിച്ചോർത്താൻ BDJS NDA സഖ്യത്ത് BJP സഖ്യത്തിന് അനുകൂലമായ ഒരു പാറ്റേൺ ഉണ്ടാക്കാൻ എന്ന് വിചാരിച്ച് ആഞ്ഞങ്ങിറങ്ങിയിരിക്കുകയാണോ പിണറായി? അങ്ങനെ കാണണോ? സോറി, പിണറായി അല്ല, വെള്ളാപ്പള്ളി. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ ഈ BJP-യിലേക്ക് വോട്ട് വെക്കുന്ന സാധാരണഗതിയിൽ ഇടതുമുന്നണിയുടെ വോട്ട് ബാങ്കാണ് ഈ പിന്നോക്ക സമുദായങ്ങൾ, അതായത് ഈഴവ വോട്ടുകൾ ഇടതുമുന്നണിയുടെ വോട്ട് ബാങ്കായിട്ട് നമുക്ക് വിലയിരുത്താവുന്നതാണ്. അത് പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചിത്രം നോക്കിയാൽ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ, അത് വർക്കല ആയിക്കോട്ടെ, ആറ്റിങ്ങലിലെ തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ, അവിടെയെല്ലാം ഈഴവ വോട്ടുകൾ അത് BJP-യിലേക്ക്, അതായത് V മുരളീധരനിലേക്കും അതുപോലെ തന്നെ അടൂർ പ്രകാശിലേക്കും പോയതായി നമുക്ക് കാണാൻ കഴിയുന്നു. അത് വർക്കല മണ്ഡലത്തിലായാലും നെടുമങ്ങാട് മണ്ഡലത്തിലായാലും അങ്ങനെ അതിൻ്റെ ഒരു സ്വഭാവം നമുക്ക് അങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. ഇത് അവർക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പായിരിക്കും. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ലേഖനത്തിൽ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. ആലപ്പുഴ മണ്ഡലത്തിൽ ഒരു സ്ഥലത്ത്, അദ്ദേഹം ഒരു സ്ഥലത്തിൻ്റെ പേര് എനിക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല, ആ സ്ഥലത്ത് മുസ്ലിങ്ങൾ കൂടുതലായുള്ള സ്ഥലമാണ്. അവിടെ പൂർണ്ണമായിട്ട് A മാരിഫിന് വോട്ട് കിട്ടിയിട്ടില്ല. അവിടെ BJP-യിലേക്കും അതുപോലെ തന്നെ KC വേണുഗോപാലിലേക്കുമാണ് ആ വോട്ട് പോയിരിക്കുന്നത്. ഇത് നിങ്ങളൊരു മുന്നറിയിപ്പായിട്ട് കാണണം എന്ന് വെള്ളാപ്പള്ളി പറയുക വഴി തങ്ങളെ അവഗണിക്കുകയാണെങ്കിൽ ഞങ്ങൾ തിരിച്ചു അവഗണിക്കും എന്നൊരു മുന്നറിയിപ്പ് സംസ്ഥാന സർക്കാരിലേക്ക് വെക്കുകയാണ്. അതിനിടയിലാണ് അദ്ദേഹം ഈ വർഗീയത ഇങ്ങനെ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം എല്ലാ കാലത്തും അവർ ഈ മുസ്ലിം പ്രീണനം നടത്തി മുസ്ലിങ്ങളെ പൂർണ്ണമായിട്ടും ഇത് ചെയ്യുന്നു, ക്രൈസ്തവരെ പിന്തുണയ്ക്കുന്നു, ഭൂരിപക്ഷ സമുദായത്തെ ഈ പൂർണ്ണമായിട്ടും അവഗണിക്കുകയാണ്. അദ്ദേഹം ഇതിൻ്റെ തലക്കെട്ട് തന്നെ നമ്മൾ വേലി കെട്ടാൻ മാത്രം വിധിക്കപ്പെട്ടവർ എന്ന തലക്കെട്ടോട് കൂടിയാണ് ഈ ലേഖനം വെള്ളാപ്പള്ളി എഴുതിയിരിക്കുന്നത്. ഇത് രണ്ട് മുന്നണികൾക്കുള്ള ഒരു മുന്നറിയിപ്പായി കാണാം. മുന്നറിയിപ്പാണ്. സൈഫ്, ഞാൻ ചോദിക്കുന്നത് CPM-നോടാണ് കൂടുതൽ സംസാരിക്കുന്നത് ഈ വിഷയത്തിൽ. ഞാൻ ചോദിക്കുന്നത്, സത്യത്തിൽ ഞങ്ങൾ പരിഗണിക്കപ്പെടുന്നില്ല, ഞങ്ങൾക്ക് അക്കോമഡേഷൻ ഇല്ല, ഞങ്ങളെ വേണ്ട രീതിയിൽ എടുക്കുന്നില്ല എന്നൊക്കെ പറയുന്നതിൽ വസ്തുതാപരമായി എന്ത് മാത്രം സംഗതിയുണ്ട്? അത് വിമർശിക്കാൻ വേണ്ടി ചില കാരണങ്ങൾ പിക്ക് ചെയ്ത് ആഞ്ഞ് വിമർശിക്കുകയാണോ സത്യത്തിൽ ഈ വെള്ളാപ്പള്ളി ചെയ്യുന്നത്?
വസ്തുതാപരമായി നോക്കുകയാണെങ്കിൽ അതിനകത്ത് അങ്ങനെ കാണാൻ കഴിയില്ല നിഷാദ്. ഇത് ഇപ്പോൾ ഭരണത്തിന്റെ തലപ്പത്തുള്ളയാൾ, മുഖ്യമന്ത്രി എന്നയാൾ ഏത് സമുദായത്തിൽപ്പെടുന്ന ആളാണെന്ന് നമുക്ക് പൊതുസമൂഹത്തിന് മുന്നിൽ അറിയാം. പക്ഷേ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞ ഒരു വാചകം ഉണ്ട്, ഭരണത്തിന്റെ തലപ്പത്തേക്ക് പ്രീണനം, ന്യൂനപക്ഷ പ്രീണനം നടത്തിയ ആൾക്കാരെ കൊണ്ടുവരുന്നു. ഇതിലൊരു വാചകം അദ്ദേഹം പറയുന്നുണ്ട്, പ്രധാനമായി അത് നമ്മൾ നോക്കി കാണണം. ഈ ലേഖനത്തിൽ പറയുന്ന ഒരു വാചകം പാർട്ടിയുടെ തലപ്പത്തേക്ക് മുസ്ലിങ്ങളെ കൊണ്ടുവരുന്നു. അത് ആ പേരെടുത്ത് അദ്ദേഹം പറയുന്നു, മുസ്ലിങ്ങളെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. പാർട്ടിയുടെ തലപ്പത്ത് എവിടെ മുസ്ലിങ്ങൾ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം അത് വസ്തുതാ വിരുദ്ധമാണ് എന്നുള്ളതാണ്. അതായത് ചില കാര്യങ്ങൾ അദ്ദേഹം വിമർശിക്കാൻ വേണ്ടി വിമർശിക്കുമ്പോൾ അതിനകത്ത് വർഗീയ സ്വഭാവം വരുന്നു. പക്ഷേ വസ്തുതാപരമായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു അവഗണന പാർട്ടി നേതൃതലത്തിലോ മന്ത്രിസഭയിലോ പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുതാപരമായി നമുക്ക് പറയാൻ കഴിയുക. നിഷാദ്, ശരി, സേഫ് സൈൻ ലാബ്ദീൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കടുത്ത വർഗീയ പരാമർശങ്ങളുമായി കേരളത്തിൽ കളം നിറയുന്നുണ്ട്.